പിന്നീട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് മുഴുവൻ രാഷ്ട്രീയപരമായിട്ടുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടതുകൊണ്ടുള്ള സമസ്തയെ സന്തോഷിപ്പിക്കാനും അതിനൊക്കെ കൃത്യമായ രാഷ്ട്രീയവും വർഗീയവാദവുമുണ്ട്. അതാണ് യഥാർത്ഥ വർഗീയത, യഥാർത്ഥ തട്ടിപ്പ് എന്ന് പറയപ്പെടുന്നത് അവിടെയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കുട്ടികളോടൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെതിരെ എതിർത്തുകൊണ്ട് ഈ കൊടിയും പൊന്തിച്ച് പിടിച്ചിട്ട് ഓടിക്കൊണ്ട് ഈ തെരുവിലേക്ക് ഇറങ്ങണേക്കാൾ മുൻപ് ആദ്യം ഈ പദ്ധതി ഒന്ന് പഠിക്കുക. ആ പഠിച്ചതിന് ശേഷം ഈ പദ്ധതിയിലുള്ള കുറവെന്താണെന്നൊന്ന് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി പറ. ഇതിനകത്തൊരു കുറവില്ലെന്നേലും അതിനകത്ത് വളരെ കൃത്യമായിട്ട് കുട്ടികളുടെ വികസനം അവനവൻ്റെ തലച്ചോറിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിലേക്ക് മുമ്പിൽ കൈപ്പിടിച്ചുയർത്തണമെന്ന സതുദ്ദേശത്തോടു കൂടി നമ്മുടെ മക്കളെ തത്തമേ പൂച്ച പൂച്ച തത്തമേ പൂച്ച പൂച്ച എന്ന ശൈലിയിൽ അധ്യാപകർ എന്ത് വിളമ്പിക്കൊടുക്കുന്നോ അത് മാത്രം കാണാപാഠം പഠിച്ചു കൊണ്ടുവരുന്ന ശൈലിയിൽ നിന്ന് കുട്ടികളെ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് കൃത്യമായി പഠനം അത് ഏത് മേഖലകളിലും വിവിധ മേഖലകളിൽ വളർന്നു വരാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കാനുള്ള ഒരു സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണമാണ്. ആ കാര്യം കൃത്യമായി തന്നെ നടപ്പിലാക്കും. കേരളത്തിലത് നടപ്പിലാക്കേണ്ടി വരും. കേരളത്തിലതൊന്നും ഒളിച്ചോടാനൊന്നും സാധിക്കില്ല. ശിവൻകുട്ടി ഇതേ നാവ് കൊണ്ട് തന്നെ ഉപസമിതിയിൽ ഇത് തിരുത്തി പറയും. CPI എന്നും വിചാരിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ NEP 2020 നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒരു സംവിധാനത്തെയും മാറ്റാൻ സാധിക്കില്ല. ഇവിടെ കൃത്യമായി നടപ്പിലാക്കും. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ് ഈ തട്ടിപ്പ് ഇവിടെ കാണിക്കുന്നത്. ആ തട്ടിപ്പ് ജനം മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവരോട് പറയാനുള്ളത്.